നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തു നിൽക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കുരുക്കായി CBI അന്വേഷണ ശുപാർശ. 2018 പ്രളയത്തിൽ വി.ഡി. സതീശന്റെ മണ്ഡലമായ പറവൂരിൽ പ്രളയബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് പുനർജനി പദ്ധതി വി.ഡി. സതീശൻ ആവിഷ്കരിച്ചിരുന്നു. ഇതിനായി വിദേശത്തു നിന്ന് ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി പണം വാങ്ങി വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം നടത്തി വി.ഡി. സതീശൻ പണം സംഭാവനയായി സ്വീകരിച്ചു എന്ന ആരോപണമാണ് നേരത്തെ ഉയർന്നിരുന്നത്. എന്നാൽ വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം താൻ സംഭാവനയായി പണം വാങ്ങിയിട്ടില്ല. വിദേശത്തുള്ള വ്യക്തികളും സംഘടനകളുമൊക്കെ ഈ പുനർജനി പദ്ധതിക്ക് കീഴിൽ പലർക്കായി വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട്. താൻ ഒരു പൈസ പോലും സംഭാവനയായി വാങ്ങിയിട്ടില്ല എന്നാണ് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിയമസഭയിൽ വലിയ ചർച്ച നടന്നിരുന്നു. അന്ന് വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളി നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നാലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ തന്നെ ഹർജികൾ എത്തിയിരുന്നതാണ്. പക്ഷേ ഈ അവസരത്തിൽ ഇടപെടുന്നത് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഇടപെടുന്നത് അനുചിതമെന്ന് നേരത്തെ ഹൈക്കോടതി CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 300ഓളം പേർക്കാണ് ഈ വീടുകൾ വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനമുണ്ടെന്ന് പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര അന്ന് തൻ്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിജിലൻസ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തിയതിനോടൊപ്പം തന്നെ EDയുടെ അന്വേഷണവും വിജിലൻസിൻ്റെ FIRനെ അടിസ്ഥാനപ്പെടുത്തി EDയുടെ അന്വേഷണവും നടന്നു വരികയായിരുന്നു. അക്കാര്യത്തിലും നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് വിജിലൻസിന് ഈ കാര്യത്തിൽ അവർ പറയുന്നത് ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ നിലയിലുള്ള അന്വേഷണം നടത്താൻ വിജിലൻസിന് കഴിയില്ല. വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ EDയാണ് അന്വേഷിക്കേണ്ടത് എന്ന നിലപാടെടുത്ത നേതാക്കളുണ്ടായിരുന്നു. EDയുടെ അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് അവരെത്തിയിട്ടില്ല. അതിനിടെയാണ് വിജിലൻസ് ഇപ്പോൾ CBI അന്വേഷണം എന്ന ശുപാർശ, ഒരു വർഷം മുമ്പാണ് ഈ ശുപാർശ നൽകിയിരുന്നത്. വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയായിരുന്നു ഈ ശുപാർശ നൽകിയത്. പക്ഷേ നിയമ ഉപദേശം സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് കടന്നിരുന്നില്ല. ഇപ്പോൾ CBI അന്വേഷണ ആവശ്യം, വിജിലൻസിൻ്റെ ആവശ്യം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികെ നിൽക്കുമ്പോൾ വി.ഡി. സതീശനും കോൺഗ്രസിനും UDFനും കുരുക്കാകുമോ ഈ CBI അന്വേഷണ ആവശ്യം എന്നേ അറിയാനുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പ് ലക്ഷ്യ നടക്കുന്ന സ്ഥലത്തുനിന്ന് R. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ ആദ്യ പ്രതികരണങ്ങൾ ആദ്യമായി വന്നത് 24ലൂടെയാണ്. അല്പസമയം മുമ്പ് പ്രേക്ഷകർ അതൊക്കെ കണ്ടതാണ്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് തുടങ്ങി MM ഹസൻ വരെയുള്ള നിരവധി നേതാക്കൾ, ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി നിരവധി നേതാക്കൾ, സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഓലപ്പാമ്പാണ്, ഓലപ്പാമ്പിനെ കാട്ടി വിരട്ടാൻ കോൺഗ്രസ് നേതാക്കളെ വിരട്ടാൻ നോക്കേണ്ട എന്ന കാര്യമാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത്. മറ്റ് പാർട്ടികളുടെ നേതാക്കളുടെ, ഭരണപക്ഷത്തുള്ളവരുടെയും BJPയുടെയും ഒക്കെ നേതാക്കളുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വി.ഡി. സതീശൻ്റെ പ്രതികരണവും അല്പസമയത്തിനകം വരും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും R. ശ്രീജിത്ത് വയനാട്ടിൽ നിന്നും ചേരുകയാണ്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, എന്തൊക്കെയാണ് ഈ ശുപാർശയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ? ദിലീപ് കുമാർ, യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ, അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ശേഷം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് വന്നു. സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ADB ഇടപാടടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഏത് രീതിയിൽ റിഫ്ലക്ട് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും സർക്കാരിന് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയെങ്കിലും തുടർ നടപടി എടുത്തില്ല. ആ തുടർ നടപടിക്കാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. മാത്രമല്ല, വിജിലൻസ് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുള്ള ശുപാർശ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. അതായത് പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ഒന്നാമത്തെ ശുപാർശ. അതിനവർ പറയുന്ന കാര്യം, FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതിലും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിലവർ പറയുന്ന നിയമവശം FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ഇക്കാര്യത്തിലെ ആവശ്യം. അതോടൊപ്പം രണ്ടാമത്തേത് നിയമസഭാ
സാമാജികൻ എന്ന രീതിയിൽ സ്പീക്കർ സ്വീകരിക്കുന്ന നിലപാടാണ്. ഈ കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2-ലെ റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തലത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ ശുപാർശ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടും വ്യക്തമായി കാണാം. ഇനി വിജിലൻസിന്റെ കണ്ടെത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും പണം സ്വീകരിച്ചത് എന്നുള്ളതാണ്. UK യിൽ നിന്നും 22,500 പൗണ്ട്, അതായത് ഏതാണ്ട് 19,95,880 രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ ഇക്കാര്യത്തിലെ കണ്ടെത്തൽ. UK ആസ്ഥാനമായിട്ടുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇനി തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി വിജിലൻസ് ആ റിപ്പോർട്ടിൽ തന്നെ കോട്ട് ചെയ്തിരിക്കുന്ന കാര്യം, UK യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്തുയന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആ വിജിലൻസ് റിപ്പോർട്ടിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ആ വിജിലൻസ് റിപ്പോർട്ടിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അത് കുറിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇതാണ് വിജിലൻസിന്റെ ഇക്കാര്യത്തിലെ കണ്ടെത്തൽ. ഏതായാലും നിയമോപദേശം തേടിയിരുന്നു, തുടർ നടപടിക്ക് സർക്കാർ അന്ന് തീരുമാനമെടുത്തില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള മറുപടികൾ പറയേണ്ടി വരും. VD സതീശൻ ഒരു ഭാഗത്ത് കുരുക്കാകുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസിന്റെ പ്രതിരോധം നമ്മൾ കേട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി സംസ്ഥാന സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം എന്നുള്ളതിനെയാണ് കോൺഗ്രസ് ഇതിനെ ന്യായീകരിക്കുന്ന കാര്യം. അതേസമയം മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാകും. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയത്തിൽ CBI അന്വേഷണം എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാരും SITയും ഒക്കെ തള്ളുന്നൊരു സാഹചര്യത്തിൽ കൂടി ഒരു കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ CBI വീണ്ടും കേരളത്തിലേക്ക് ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നതിനെ CPM എങ്ങനെ ന്യായീകരിക്കും, CPM എങ്ങനെ വിശദീകരിക്കും എന്നുള്ള ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ദിലീപ് കുമാർ. ഷഫീദ്, ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച്, VD സതീശനെ സംബന്ധിച്ചൊക്കെ കനത്ത തിരിച്ചടിയാണ് ഈ വിജിലൻസിന്റെ നീക്കം എന്ന് പറയാതെ വയ്യ. വിജിലൻസ് ഇക്കാര്യത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് ഇപ്പോൾ ആ ഫയലുള്ളത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നോ നാളെയോ ഈ CBI അന്വേഷണം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായേക്കും. വിദേശ നാണ്യ വിനിമയ ചട്ടം VD സതീശൻ ലംഘിച്ചു എന്നാണ് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ FCRA നിയമവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിൽ അതിൻ്റെ ചട്ടങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ 2010 സെക്ഷൻ 3(2)A വകുപ്പ് പ്രകാരം CBI അന്വേഷണം നടത്തണം എന്നാണ് വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് FCRA നിയമത്തിൻ്റെ ലംഘനമുണ്ട്. സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണം വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 2010 സെക്ഷൻ 2A പ്രകാരം FCRA നിയമത്തിലെ സെക്ഷൻ 2A പ്രകാരമാണ് CBI അന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ശുപാർശ. അതോടൊപ്പം തന്നെ വിജിലൻസ് മറ്റൊരു കാര്യം സ്പീക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2-ലെ റൂൾ 43 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും ഈ പണം സ്വീകരിച്ചിട്ടുള്ളത് എന്നും വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. UK യിൽ നിന്നും 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് അത് ഏതാണ്ട് 19,95,880 രൂപ വരും എന്നാണ് വിജിലൻസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് വിവിധ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത് എന്ന കാര്യവും പറയുന്നുണ്ട്. ഇതുകൂടാതെ UK യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്തുയന്ത്രം വാങ്ങാൻ 600 പൗണ്ട് വീതം നൽകണം എന്ന് VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ഇതിൻ്റെ തെളിവായി വിജിലൻസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ VD സതീശനെയും കോൺഗ്രസിനെയും UDFനെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് വിജിലൻസ് ഇപ്പോൾ ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടായേക്കാം CBI അന്വേഷണം സംബന്ധിച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.